हरि ओम नारायण। ओम श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि। अज्ञानान्तर्गहनपतितान् आत्मविद्योपदेशैः त्रातुं लोकान् भवदवशिखातापसं पच्यमानान् मुक्त्वा मौनं वडविडविनो मूलतो निष्पदन्ति। शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा। शम्भोर्मूर्तिश्चरति भुवने शङ्कराचार्यरूपा। ॐ श्रीगुरुभ्यो नमः। ॐ नमः शिवाय। ॐ श्रीमहादेव्यै नमः। ॐ नमो भगवते वासुदेवाय। ॐ नमः परमऋषिभ्यो नमः। परमऋषिभ्यः नारायण। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ആദിശങ്കര സ്തോത്ര തരംഗിണി എന്ന 246 ദിവസം. ത്രിപുരസുന്ദരി മാനസപൂജ 18ാം ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം. ത്രിപുരസുന്ദരി മാനസപൂജ 1ാം ശ്ലോകം ചൊല്ലിയിട്ട് 76 മുതൽ 100 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. 76 മുതൽ 100 വരെ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. മമ ന ഭജന ശക്തിഃ പാദയോസ്തേ ന ഭക്തിഃ ന ച വിഷയ വിരക്തിഃ ധ്യാനയോഗേ ന സക്തിഃ
ഇതി മനസി സദാഹം ചിന്തയൻ ആദ്യശക്തേ രുചിരവചന പുഷ്പൈർ അർച്ചനം സഞ്ചിനോമി. ഹരി ഓം. 76 മുതൽക്ക് സിംഹാസനത്തിന് ചുറ്റുള്ള പരിചാരികമാരെ തുടങ്ങി നോക്കാം. കർപ്പൂരാദിക വസ്തുജാതമഖിലം സൗവർണഭൃംഗാരകം താംബൂലസ്യ കരണ്ഡകം മണിമയം ചൈലാഞ്ജലം ദർപ്പണം വിസ്ഫൂർജന്മണിപാദുകേ ച ദദതീഃ സിംഹാസനസ്യാഭിതഃ തിഷ്ഠന്തീഃ പരിചാരികാസ്തവ സദാ വന്ദാമഹേ സുന്ദരീ. ത്വതമലവപുരുദ്യൽകാന്തികല്ലോലജാലൈഃ സ്ഫുടമിവ ദദതീഭിർബാഹുവിക്ഷേപലീലാം മുഹുരപി ച വിദൂതേ ചാമരഗ്രാഹിണീഭിഃ സ്വിതകരകരശുഭ്രേ ചാമരേ ചാലയാമി. പ്രാന്തസ്ഫുരദ്വിമലമൗക്തികഗുച്ഛജാലം ചഞ്ചന്മഘാമണിവിചിത്രിതഹേമദണ്ഡം ഉദ്യൽ സഹസ്രകരമണ്ഡലചാരുഹേമഛത്രം മഹേശമഹിളേ വിനിവേശയാമി. ഉദ്യത്താവകദേഹകാന്തിപടലി സിന്ദൂരപൂരപ്രഭാശോണീഭൂതമുദഗ്രലോഹിതമണി ഛേദാനുകാരിച്ഛവി ദൂരാദാദരനിർമ്മിതാഞ്ജലിപുടൈർ ആലോക്യമാനം സുരവ്യൂഹൈ കാഞ്ചനമാദപത്രമ അതുലം വന്ദാമഹേ സുന്ദരം. സന്തുഷ്ടാം പരമാമൃതേന വിലസത് കാമേശ്വരാംഗസ്ഥിതാം പുഷ്പൗകൈർ അഭിപൂജിതാം ഭഗവതീം ത്വാം വന്ദമാനാഃ മുദാ സ്ഫൂർജത്താവകദേഹരശ്മികലനാ പ്രാപ്തസ്വരൂപാഭിധാഃ ശ്രീചക്രാവരണസ്ഥിതാ സവിനയം വന്ദാമഹേ ദേവതാഃ. ആധാരശക്ത്യാദികമാകലയ്യ മധ്യേ സമസ്താദികയോഗിനീം ച മിത്രേശനാദാദികമത്ര നാദചതുഷ്ടയം ശൈലസുതേ നതോസ്മി. ത്രിപുരാസുദാർണവാസനമാരഭ്യ ത്രിപുരമാലിനീ യാവത് ആവരണാഷ്ടകസംസ്ഥിതം ആസനാഷ്ടകം നമോ നമാമി പരമേശീ. ഈശാനേ ഗണപം സ്മരാമി വിചരദ്വിഘ്നാന്ധകാരച്ഛിദം വായവ്യേ വടുഗം ച കജ്ജളരുചിം വ്യാളോപവീതാന്വിതം നൈരത്യേ മഹിഷാസുരപ്രമഥിനീം ദുർഗാം ച സംപൂജയൻ ആഗ്നേയേ അഖിലഭക്തരക്ഷണപരം ക്ഷേത്രാദിനാദം ഭജേ. ഉഡ്യാണജാലന്ധരകാമരൂപപീഠാനിമാൻ പൂർണഗിരിപ്രസക്താൻ ത്രികോണദക്ഷാഗ്രിമസവ്യഭാഗമധ്യസ്ഥിതാൻ സിദ്ധികരാൻ നമാമി. ലോകേശഃ പൃഥിവീപതിർനിഗദിതോ വിഷ്ണുർജലാനാം പ്രഭുഃ തേജോനാദ ഉമാപതിശ്ച മരുതാം ഈശസ്തദാചേശ്വരഃ ആകാശാധിപതിഃ സദാശിവ ഇതി പ്രേതാഭിധാം ആഗതാൻ
ഏതാൻ ചക്രബഹിസ്ഥിതാൻ സുരഗണാൻ വന്ദാമഹേ സാദരം. താരാനാദകലാപ്രവേശ നിഗമ വ്യാജാദ്ഗദാ സുപ്രദം ത്രൈലോക്യേ തിദിഷു പ്രവർത്തിത കലാകാഷ്ടാദികാലക്രമം രത്നാലങ്കൃതി ചിത്രവസ്ത്രലളിതം കാമേശ്വരീ പൂർവകം നിത്യാഷോഡശകം നമാമി ലസിതം ചക്രാത്മനോരന്തരേ. ഹൃദി ഭാവിതദൈവതം പ്രയത്നാഭ്യുപദേശാനുഗൃഹീത ഭക്തസംഗം സ്വഗുരുക്രമസംജ്ഞചക്രരാജസ്ഥിതമോഗത്രയമാനതോസ്മി മൂർധ്നാ. ഹൃദയമദശിരശിഖാഖിലാദ്യേ കവചമദോ നയനത്രയം ച ദേവി മുനിജന പരിചിന്തിതം തദാസ്ത്രം സ്ഫുരതു സദാ ഹൃദയേ ഷഡംഗമേതത്. ത്രൈലോക്യമോഹനമിതി പ്രതിദേതു ചക്രേ ചഞ്ചദ്വിഭൂഷണഗണത്രിപുരാദിവാസേ രേഖാത്രയേ സ്ഥിതവതീഃ അണിമാദിസിദ്ധീഃ മുദ്രാനമാമി സതതം പ്രകടാഭിദാസ്താഃ. സർവാശാ പരിപൂരകേ വസുദളദ്വന്ദ്വേന വിഭ്രാജിതേ വിസ്ഫൂർജ ത്രിപുരേശ്വരീ നിവസതൗ ചക്രേ സ്ഥിതാ നിത്യശഃ. കാമാകർഷണികാദയോ മണിഗണഭ്രാജിഷ്ണു ദിവ്യാംബരാഃ യോഗിന്യഃ പ്രദിശന്തു കാംക്ഷിതഫലം വിഖ്യാതഗുപ്താഭിദാഃ. മഹേശി വസുഭിർദളൈർലസതി സർവസംക്ഷോഭണേ വിഭൂഷണഗണസ്ഫുരത്രിപുരസുന്ദരീ സദ്മനീ. അനംഗകുസുമാദയോ വിവിധഭൂഷണോദ്ഭാസിതാഃ ദിശന്തു മമ കാംക്ഷിതം തനുതരാശ്ച ഗുപ്താഭിദാഃ. ലസദ്യുഗദശാരകേ സ്ഫുരതി സർവസൗഭാഗ്യതേ ശുഭാഭരണഭൂഷിത ത്രിപുരവാസിനി മന്ദിരേ സ്ഥിതാ ദദതു മംഗളം സുഭഗ സർവസംക്ഷോഭിണീ മുഖാ സകല സിദ്ധയോ വിദിത സമ്പ്രദായാഭിദാഃ. ബഹിർദശാരേ സർവാർത്ഥസാധകേ ത്രിപുരാശ്രയാഃ കുലകൗളാഭിദാ പാന്തു സർവസിദ്ധിപ്രദായികാഃ. അന്തഃശോഭിതശാരകേതി ലളിതേ സർവാദിരക്ഷാകരേ മാലിന്യാ ത്രിപുരാദ്യയാ വിരചിതാവാസേ സ്ഥിതം നിത്യശഃ. നാനാരത്നവിഭൂഷണം മണിഗണഭ്രാജിഷ്ണു ദിവ്യാംബരം സർവജ്ഞാധികശക്തിവൃന്ദമനിശം വന്ദേ നിഗർഭാഭിദം. സർവരോഗഹരേഷ്ടാരേ ത്രിപുരാസിദ്ധയാന്വിതേ രഹസ്യയോഗിനീർനിത്യം വശിന്യാദ്യാ നമാമ്യഹം. ചൂതാശോകവികാസികേതകരജ പ്രോദ്ഭാസി നീലാംബുജ പ്രസ്ഫൂർജൻ നവമല്ലികാസമുദിതൈഃ പുഷ്പൈശരാൻ നിർമ്മിതാൻ രമ്യം പുഷ്പശരാസനം സുലളിതം പാശം തദാ ചങ്കുശം വന്ദേ താവകമായുധം പരശിവേ ചക്രാന്തരാളേ സ്ഥിതം. ത്രികോണ ഉദിത പ്രഭേ ജഗതി സർവസിദ്ധിപ്രദേ
യുതേ ത്രിപുരയാംബയാ സ്ഥിതവതി ച കാമേശ്വരി തനോതു മമ മംഗളം സകല ശർമ്മ വജ്രേശ്വരി കരോതു ഭഗമാലിനി സ്ഫുരതു മാമകേ ചേതസി സർവാനന്ദമയേ സമസ്ത ജഗദാ ആകാംക്ഷിതേ ബൈന്ദവേ ഭൈരവ്യാ ത്രിപുരാദ്യയാ വിരചിതാവാസേ സ്ഥിതാ സുന്ദരീ ആനന്ദോല്ലസിതേ ക്ഷണ മണിഗണഭ്രാജിഷ്ണുഭൂഷാംബര വിസ്ഫൂർജദ്വദന പരാപരരഹ സാ പാതു മാം യോഗിനി ഉല്ലസക്കനക കാന്തിഭാസുരം സൗരഭസ്ഫുരണവാസിതാംബരം ദൂരദഃ പരിഹൃതം മധൂരതൈഃ അർപ്പയാമി തവ ദേവി ചമ്പകം വൈരമുദ്ദതമപാസ്യ ശംഭുനാ മസ്തകേ വിനീതം കലാചലാത് ഗന്ധലുബ്ധമധുപാശ്രിതം സദാ കേതകീ കുസുമമർപ്പയാമി തേ ഗന്ധലുബ്ധമധുപാശ്രിതം സദാ കേതകീ കുസുമമർപ്പയാമി തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. നാരായണ. ഓം. ഇന്നലെ സിംഹാസനത്തിൽ ഇരുന്നതായിട്ടുള്ള ദേവിക്ക് ചുറ്റുമുള്ള പരിചാരികമാരെ വന്ദിച്ച ശേഷം ചാമരങ്ങൾ വീശാനുള്ള ഏർപ്പാട് ചെയ്തു. അതിനുശേഷം ദേവിക്ക് സ്വർണക്കുട സമർപ്പിച്ചു. ആ സ്വർണക്കുടയെ വന്ദിക്കുന്ന ശ്ലോകമായിരുന്നു 79ാമത്തെ ശ്ലോകം. ദേവിയുടെ കാന്തി കൊണ്ട് പ്രസരിച്ച് സ്വർണവർണ്ണം പോയി രക്തവർണ്ണം പോലെ കലർന്നിരിക്കുന്നതായിട്ടുള്ള ആ കുടയെ അനേക രത്നങ്ങളെല്ലാം പതിച്ചതും അതുപോലെ വലിയ സ്വർണദണ്ഡം ഉള്ളതുമായിട്ടുള്ള ആ കുടയെ വന്ദിച്ചു. ദേവന്മാരെല്ലാം വളരെ ബഹുമാനപൂർവം ആദരപൂർവം ദൂരത്തു നിന്ന് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള അതുലമായിട്ടുള്ള സുന്ദരമായ ആദപത്രത്തെ ഞാനിതാ വന്ദിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം 80ാം ശ്ലോകം മുതൽക്ക് 80ാം ശ്ലോകത്തിൽ മൊത്തത്തിൽ ആദ്യം ഒരു ആമുഖമായി പറഞ്ഞു, ഞാനിതാ ശ്രീചക്രാവരണസ്ഥിതകളായ ദേവതമാരെയെല്ലാം വന്ദിക്കുന്നു എന്ന്. ശ്രീചക്രാവരണസ്ഥിതാഹ സവിനയം വന്ദാമഹേ ദേവതാഹ. അപ്പൊ ദേവിയെ അവരവരുടേതായിട്ടുള്ള സ്ഥാനത്ത് നിന്ന് സന്തോഷപൂർവം സേവിച്ചുകൊണ്ട് നിൽക്കുന്ന, അതുപോലെ ദേവിയും പരമാമൃതേന സന്തുഷ്ടയും കാമേശ്വര അംഗസ്ഥിതയും പുഷ്പസമൂഹങ്ങളാൽ അർച്ചിക്കപ്പെടുന്നവളുമായിരിക്കുന്ന ആ ദേവിയെ വന്ദിക്കുന്നവരായി ദേവിയുടെ ദേഹകാന്തിയുമായി സ്വരൂപം അഭേദമായ ഭാവത്തെ പ്രാപിച്ചവരും ശ്രീചക്രത്തിൻ്റെ ആവരണങ്ങളിൽ, നവ ആവരണങ്ങൾ എന്ന് പറയുന്ന 9 തട്ടുകളിൽ 9 മണ്ഡലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരുമായ ദേവതമാരെ ഞാൻ സവിനയം വന്ദാമഹേ, ഞാൻ വിനയപൂർവം വന്ദിക്കുന്നു എന്ന് പറഞ്ഞ് 80ാം ശ്ലോകം പറഞ്ഞതിന് ശേഷം 81 മുതൽക്ക് 98 വരെയുള്ള 18 ശ്ലോകങ്ങൾ ഈ 9 ആവരണ ദേവതകളെ, 9 ആവരണങ്ങളിലുമുള്ള അനേക ദേവതകളെ വന്ദിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങളാണ്. 81 മുതൽ 98 വരെയുള്ള 18 ശ്ലോകങ്ങളാണ്. അപ്പോൾ അത് വളരെ വിശദമായിട്ട് തന്നെയാണ് നവാവരണ ദേവതമാരെ വന്ദിക്കുന്നത്. ശ്രീചക്ര പൂജയിലെ ക്രമത്തിൽ ഏതേത് ദേവതമാർ ഏതേത് സ്ഥാനത്ത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, ഓരോരുത്തരും എവിടെ നിന്ന് ദേവിയെ സേവിക്കുന്നു, അവരെയെല്ലാം ദേവിയുടെ തന്നെ അംശമായി വിഭൂതിയായി വന്ദിക്കുകയാണ് ആചാര്യ ഭഗവത്പാദർ. നമുക്കും ഒപ്പം പോകാം. ഓരോ ദിക്കിലും ഉള്ളതായിട്ടുള്ള ദേവതമാരുടെ പലരുടെയും പേരുകളെടുത്ത്
ആ സ്ഥാനങ്ങളെയും പറഞ്ഞുകൊണ്ടാണ് ആചാര്യ ഭഗവത്പാദര് വന്ദിച്ച് പോകുന്നത്. അപ്പോൾ 18 ശ്ലോകങ്ങൾ ഇതിനു വേണ്ടി നവാവരണ ദേവതകളെ വന്ദിക്കാനായിക്കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ശരിക്കും നവാവരണ പൂജ ചെയ്തതിൻ്റെ ഫലം തന്നെയാണ് ഇത് ചൊല്ലുന്നവർക്കും ലഭിക്കുക. ഇത് മാനസ പൂജയാണ്. സ്ഥൂല പൂജയേക്കാൾ സൂക്ഷ്മ പൂജയ്ക്കാണ് പ്രാധാന്യം. മനസ്സുകൊണ്ടുള്ള പൂജയ്ക്ക് തന്നെയാണ് മുഖ്യത്വം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മനസ്സിരുത്തി നിത്യവും പാരായണം ചെയ്താൽ ആ ശ്രീചക്ര പൂജ ചെയ്തതിൻ്റെ, നവാവരണ പൂജ ചെയ്തതിൻ്റെ എല്ലാം ഫലം ലഭിക്കും, യാതൊരു സംശയവും ഇല്ല. അതിമനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഞാൻ ഈ ശ്രീചക്ര പൂജാ വിന്യാസം പഠിച്ചിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള കുറവുണ്ട് നമുക്ക്. എങ്കിലും എന്നാലാവും പോലെ ഞാൻ മനസ്സിലാക്കിയതുപോലെ പറഞ്ഞു തരാം, അത്രയേ ഉള്ളൂ. ഏതെങ്കിലും ശ്രീചക്ര പൂജ ചെയ്യുന്ന ആചാര്യന്മാരിൽ നിന്ന് വേണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിക്കൊണ്ട്. നമ്മളിപ്പോൾ ഈ ശ്ലോകത്തിലുള്ള അക്ഷരാർത്ഥം നോക്കി സാമാന്യമായിട്ട് പറയാം എന്നേ പറയുന്നുള്ളൂ. കാരണം നമ്മളതിൽ ദീക്ഷിതനല്ല, ശ്രീചക്ര പൂജാ പദ്ധതിയിൽ ദീക്ഷിതനല്ല, അത് ചെയ്തിട്ടില്ല. പലവിടെയും കണ്ടിട്ടുണ്ട്, പക്ഷേ നല്ലോണം മനസ്സിരുത്തി പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ കുറേയൊക്കെ ഗ്രഹിക്കാൻ പറ്റിയെന്നെ. ഇപ്പോൾ ഇതുപോലെയുള്ള ശ്ലോകങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴാണ് അതിൻ്റെ ആവശ്യകത വരുന്നത്. പഠിക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ തോന്നിപ്പോകുന്നത്, അതൊക്കെ കണ്ട് മനസ്സിലാക്കാമായിരുന്നു എന്ന്. എന്തായാലും ദേവി പറയും എപ്പോ എന്ത് പഠിക്കണം എന്നൊക്കെ. അപ്പം നമ്മൾ പഠിച്ചിരിക്കും, വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചിരിക്കും, ഇല്ലെങ്കിൽ ദേവി പറയും മതി, ഇതൊക്കെ ധാരാളം മതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാൻ തൃപ്തനാണ്, എനിക്ക് കുറവൊന്നുമില്ല. കുറയൊன்றுമില്ലേ മറൈമൂർത്തി കണ്ണാ എന്ന് പറയും പോലെ ദേവി ഒരു കുറവും ഇല്ല. ഏതെങ്കിലും പഠിക്കാത്തത് കൊണ്ടും കുറവുമില്ല, പഠിച്ചതുകൊണ്ട് അതിൻ്റെ അഭിമാനമോ അഹങ്കാരമോ ഇല്ല. ഉള്ളതെല്ലാം ലാഭം, കിട്ടിയതെല്ലാം ലാഭം. പഠിക്കേണ്ടവർ അതിനുള്ള ആളുകളെ സമീപിച്ച് പഠിക്കുകയും ആവാം. അപ്പം ഞാനിതിനെ സാമാന്യമായി പറഞ്ഞു പോകാം. ആധാരശക്തിയാധികമാകലയ്യ മധ്യേ സമസ്താധികയോഗിനീം ച മിത്രേശനാദാധികമത്ര നാദചതുഷ്ടയം ശൈലസുതേ നതോസ്മി. അല്ലയോ ശൈലസുതേ, ആധാരശക്തിയാധികം ആകലയ്യ അത്ര മിത്രേശനാദാധികം നാദചതുഷ്ടയം മധ്യേ സമസ്താധിക യോഗിനീം ച നതഃ അസ്മി. നാദചതുഷ്ടയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശൻ, അതുപോലെ മിത്രേശനായിട്ടുള്ള സദാശിവൻ, ഇവരുടെ മധ്യത്തിൽ ശോഭിക്കുന്ന യോഗിനിയായ ദേവിയെ ഞാനിതാ നമിക്കുന്നു എന്ന് പറഞ്ഞ് സാമാന്യമായിട്ട് മധ്യസ്ഥിതയായ ദേവിയെ, പഞ്ചപ്രേതാസനസ്ഥയായ ദേവിയെ വണങ്ങി. അതിനുശേഷം ത്രിപുരാസുധാർണവാസനമാരഭ്യ ത്രിപുരമാലിനീയാവത് ആവരണാഷ്ടക സംസ്ഥിതം ആസനാഷ്ടകം നമാമി പരമേശി. ഈ ആസനാഷ്ടകം എന്നറിയപ്പെടുന്ന ആവരണാഷ്ടകം, 8 ആവരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. ത്രിപുരാ സുധാർണവാസനം ആരഭ്യ. ത്രിപുരാ സുധാർണവം എന്ന് പറഞ്ഞാൽ ആ ത്രിപുരത്തിന്റെ ചുറ്റുമുള്ള ആ സുധാസമുദ്രം, അമൃതസമുദ്രം. അപ്പൊ അമൃതസമുദ്രം മുതൽക്ക് 8 ആവരണങ്ങളെ കടന്ന് ആണ് മധ്യത്തില് സഭാമണ്ഡപത്തിൽ ദേവി ഇരിക്കുന്നത്. അപ്പൊ ആ 8 ആവരണ മണ്ഡപങ്ങളാണ്, അല്ലെങ്കിൽ ആ 8 ആവരണ തലങ്ങളാണ് ഇവിടെ, അഷ്ടക ഭാവങ്ങളാണത്. സുധാസിന്ധു, മണിദ്വീപം, നന്ദനവനം, ഉദ്യാനരാജനായ കദംബവനം, കനകപ്രാകാരം, മണിമണ്ഡപം, മണിമന്ദിരം, രത്നമണ്ഡപം. ഇങ്ങനെ ക്രമത്തിൽ 8 ആവരണ അഷ്ടകങ്ങളെ
ആസന അഷ്ടകങ്ങളായി, ആസനമെന്നാൽ ദേവിയുടെ വാസസ്ഥാനമായി 8 പേര് പറഞ്ഞുകൊണ്ട് ദാ ഞാൻ നമിക്കുന്നു പരമേശി എന്ന് പറഞ്ഞ്, ഇതും സാമാന്യമായിട്ടുള്ള ശ്രീചക്രവന്ദനയാണ്, ശ്രീപുരവന്ദനയാണ്. ദേവിയുടെ വാസസ്ഥാനമായ ശ്രീപുരവും ശ്രീചക്രവും തമ്മിൽ ഭേദമില്ല. ദേവിയുടെ വാസസ്ഥാനമായ ശ്രീപുരം, അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് ശ്രീചക്രം. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. അത് വാസ്തവത്തിൽ ബ്രഹ്മാണ്ടത്തിൻ്റെയും പിണ്ടാണ്ടത്തിൻ്റെയും പ്രതീകം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണോ ദേവിയുടെ ശ്രീപുരം വിന്യസിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഏതേത് സ്ഥാനങ്ങളിൽ എന്തെന്തിരിക്കുന്നുവോ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ശ്രീചക്രത്തിൻ്റെതായിട്ടുള്ള നിർമ്മിതിയും വിന്യാസവും. അത് പ്രപഞ്ചമാകുന്ന ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു പ്രതീകവുമാണ്. ഈ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാകുന്ന പിണ്ടാണ്ടത്തിൻ്റെ പ്രതീകവും ആണ്. അപ്പൊ എല്ലാം 4 അതിൽ അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഇനി ദേവിയും അതിൽ നിന്ന് ഭിന്നയല്ല. ദേവിയുടെ തന്നെ മാനിഫെസ്റ്റേഷനാണ് ശ്രീപുരം, ദേവിയുടെ തന്നെ മാനിഫെസ്റ്റേഷനാണ് ശ്രീചക്രം, ദേവിയുടെ തന്നെ മാനിഫെസ്റ്റേഷനാണ് ഈ പ്രപഞ്ചം, ദേവിയുടെ തന്നെ മാനിഫെസ്റ്റേഷനാണ് നമ്മുടെ ശരീരവും. അപ്പൊ ഈ 4നെയും ദേവിയോട് ചേർത്ത്, 5ാമതായ ദേവിയോട് ചേർത്ത് മനസ്സിൽ ധ്യാനിക്കുക. ദേവി തന്നെയാണ് ശ്രീപുരം, ദേവി തന്നെയാണ് ശ്രീചക്രം, ദേവി തന്നെയാണ് ബ്രഹ്മാണ്ടം, ദേവി തന്നെയാണ് പിണ്ടാണ്ടം. ഇത് ആവർത്തിച്ച് ഉള്ളില് അനുസന്ധാനം ചെയ്യുക. അപ്പൊ ദേവിയും പ്രപഞ്ചവും നമ്മളും വേറെയല്ല എന്നുള്ള ആ ഭേദബുദ്ധിയെല്ലാം പോകും. അഭേദഭാവന വരും. ആ അഭേദഭാവന തന്നെയാണ് വേണ്ടത്. അതുതന്നെയാണ് അദ്വൈത ഭാവന, അദ്വൈത സാക്ഷാത്കാരം. അത് തന്നെ നമ്മെ ആ ജ്ഞാനതലത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഭാവന ചെയ്യുക. ദേവിയുടെ തന്നെ മാനിഫെസ്റ്റേഷനാണ് ദേവിയുടെ വാസസ്ഥാനമായ ശ്രീപുരം. അവിടെയുള്ള ദേവതകൾ ഓരോരുത്തരും ദേവിയുടെ വിഭൂതികൾ തന്നെയാണ്, ദേവിയുടെ അംശങ്ങൾ തന്നെയാണ്. അതിൻ്റെ പ്രതീകമാണ്, അതിൻ്റെ റെപ്ലിക്കയാണ് നമ്മൾ പൂജിക്കുന്നതായിട്ടുള്ള ശ്രീചക്രം. അത് തന്നെയാണ് ബ്രഹ്മാണ്ടം, അത് തന്നെയാണ് പിണ്ടാണ്ടം. ഇത് മനസ്സിൽ നിരന്തരം ഉറപ്പിക്കുക എന്ന് പറയുക. അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് പോകാം. നവ ആവരണങ്ങളും കടന്ന് 98ാമത്തെ ശ്ലോകത്തിൽ ബിന്ദു മധ്യസ്ഥിതയായ ദേവിയുടെ അടുത്തേക്ക് എത്തുകയും പിന്നീട് പൂക്കളെ കൊണ്ട്, വിവിധങ്ങളായ പൂക്കളെ കൊണ്ടുള്ള അർച്ചനം ആരംഭിക്കുകയും ചെയ്യുന്നു. 99 മുതൽക്കാണ് ദേവിക്കുള്ള പൂക്കൾ സമർപ്പിച്ചുകൊണ്ടുള്ള ആരാധന ആരംഭിക്കുന്നത്. അപ്പൊ അതുവരെ ഇനി ഉള്ളിലേക്കൊരു തീർത്ഥയാത്രയാണ്, ഒരു പര്യടനമാണ്, അല്ലെങ്കിൽ ഒരു ശ്രീ ബലിയാണ്. ഭഗവതിയുടെ ഭൂതഗണങ്ങൾക്ക്, ഭഗവതിയുടെ ദേവതാഗണങ്ങൾക്കുള്ള ശ്രീ ബലി തൂകിക്കൊണ്ട്, അവരെയെല്ലാം പൂജിച്ചുകൊണ്ട്, അവരെല്ലാം നമസ്കരിച്ചുകൊണ്ട്, എങ്ങനെയാണോ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീബലി എഴുന്നള്ളത്ത്, ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് കീഴ്ശാന്തിയിരിക്കുന്നു, താഴെ മേൽശാന്തിമാരോ കീഴ്ശാന്തിമാരോ അതിന് അവകാശപ്പെട്ടവരും അധികാരപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ വാദ്യഘോഷങ്ങളോടെ ഓരോരോ ബലിക്കല്ലിലും അതാത് ദേവതാ സ്ഥാനങ്ങളിലും എല്ലാം വേണ്ടതായിട്ടുള്ള ബലി തൂകിക്കൊണ്ടു പോകുമ്പോൾ നമ്മളും ഒപ്പം മനസ്സുപോലെ ഇവിടെ ആദിശങ്കര ഭഗവത്പാദനും ആ ശ്രീചക്രത്തിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ള ശ്രീപുരത്തിൻ്റെ അധിഷ്ഠാന ദേവതകളായിരിക്കുന്ന ഓരോ സ്ഥാനത്തിൻ്റെയും ദേവതകളായിരിക്കുന്ന ഓരോരുത്തരെയും വന്ദിച്ച് അവർക്കെല്ലാം നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ബിന്ദു മധ്യസ്ഥിതയായ ദേവിയുടെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ വാങ്മയമായ അവതരണത്തിലൂടെ. ഇപ്പോൾ നവാവരണ പൂജ എന്നുള്ള ആ ഒരു സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാം. 83ാമത്തെ ശ്ലോകം. ഈശാനേ ഗണപം സ്മരാമി വിചരദ്വിഘ്നാന്ധകാരച്ഛിദം
വായവ്യേ വടുകം ച കജ്ജളരുചിം വ്യാളോപവീതാന്വിതം നൈഋത്യേ മഹിഷാസുരപ്രമഥിനീം ദുർഗാം ച സംപൂജയൻ ആഗ്നേയേ അഖില ഭക്തരക്ഷണപരം ക്ഷേത്രാദിനാദം ഭജേ. ഈശാനേ ഗണപം സ്മരാമി വിചരദ്വിഘ്നാന്ധകാരച്ഛിദം വായവ്യേ വടുകം ച കജ്ജളരുചിം വ്യാളോപവീതാന്വിതം നൈഋത്യേ മഹിഷാസുരപ്രമഥിനീം ദുർഗാം ച സംപൂജയൻ ആഗ്നേയേ അഖില ഭക്തരക്ഷണപരം ക്ഷേത്രാദിനാദം ഭജേ. ഇപ്പോ ആ ശ്രീചക്രം അതിന്റെ പുറം ഭാഗം ചതുരാകൃതിയാണ് അല്ലേ? പുറത്ത് 3 ആവരണങ്ങള് ചതുരാകൃതിയിലുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും പുറത്ത് 4 കോണുകളാണ്. ആ 4 കോണുകളിലുള്ള 4 ദേവതകളെ വന്ദിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഈശാനേ വായവ്യേ നൈഋത്യേ ആഗ്നേയേ എന്ന് 4 വരികളിൽ 4 കോണുകളെയാണ് എടുത്തു പറഞ്ഞത്. ഈശാനേ ഗണപം സ്മരാമി, ഈശാന കോണിൽ ഗണപം സ്മരാമി. ഗണപം ഗണപതിം സ്മരാമി എന്ന് തന്നെയാണ്. ഗണപൻ എന്നാൽ ഗണങ്ങളെ പാലിക്കുന്നവൻ ഗണപതി. അപ്പൊ ഈശാന കോണിൽ ഗണപതിയെ വന്ദിക്കുന്നു. അപ്പൊ ഈ ശ്രീചക്ര വിന്യാസത്തില് ഗണപതിയുടെ സ്ഥാനം ഈശാന കോണിലാണ്. ഈശാന കോണെന്നാൽ വടക്ക് കിഴക്കേ മൂല. ഇപ്പൊ സാധാരണ നമ്മള് ക്ഷേത്രങ്ങളിലൊക്കെ കന്നിമൂല ആണ് ഗണപതിക്കുള്ള നൈഋതി കോൺ. നിറുതി കോൺ എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൂലയിലാണ് ക്ഷേത്രവിന്യാസത്തില് ഗണപതിയുടെ സ്ഥാനം സാധാരണ സങ്കല്പിക്കുക. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈശാന കോണിലും കാണാം. കന്നിമൂലയാണ് ഗണപതിക്ക് വേണ്ടി. ഇപ്പോ കിഴക്കോട്ട് അഭിമുഖമായിരിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ വലതുവശത്തുണ്ടാവും ഗണപതി. അല്ല, പടിഞ്ഞാറോട്ട് അഭിമുഖമാണെങ്കിൽ ആ പ്രതിഷ്ഠയുടെ വലതുവശത്ത് നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആദ്യം ഗണപതിയെ തൊഴുതിട്ട് വരും. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ ഏറ്റവും അവസാനമായിരിക്കും ഗണപതിയുടെ അടുത്തേക്ക് വരിക. അല്ല, പടിഞ്ഞാറോട്ട് മുഖമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും പടിഞ്ഞാറോട്ട് മുഖമുള്ളതിൽ ഏറ്റവും അവസാനം പ്രദക്ഷിണം വരുമ്പോൾ ഗണപതിയുടെ അടുത്തേക്ക് വരും. ഇത് കിഴക്കോട്ട് ദർശനമായിട്ടുള്ളതിലാണ് ഏറ്റവും ആദ്യം ദർശിച്ചിട്ട് ഗണപതിയെ ആദ്യം കന്നിമൂലയിൽ ദർശിച്ചിട്ട് പ്രദക്ഷിണമായിട്ട് വരിക. എന്നാൽ അതിനൊക്കെ വ്യത്യാസമായിട്ട് ഇവിടെ ശ്രീചക്രത്തില് ഈശാന കോണിലാണ് ഗണപതിയുടെ സങ്കല്പം. ഈശാനേ ഗണപം സ്മരാമി വിചരത് വിഘ്നാന്തകാരച്ഛിതം. വിചരത് വിഘ്നാന്തകാരച്ഛിതം. വിചരത് വിഘ്നാന്തം എന്ന് പറഞ്ഞാൽ വിഹരിക്കുന്ന വിഘ്നങ്ങളാകുന്ന അന്ധകാരത്തെ മുഴുവനും നശിപ്പിക്കുന്നവൻ എന്നർത്ഥം. അപ്പോ വിഘ്നങ്ങളാകുന്ന അന്ധകാരം എല്ലായിടത്തും പരന്നിരിക്കുന്നു. അതാണ് വിചരത എന്ന് പറഞ്ഞത്. എല്ലായിടത്തും പ്രസരിച്ചിരിക്കുന്ന വിഘ്നമാകുന്ന അന്ധകാരത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഛേദിക്കുന്നതായിട്ടുള്ള ആ ഗണാധിപനെ ഞാൻ ഈശാന കോണിൽ വണങ്ങുന്നു. ഇതൊരു മനസ്സിലിരിക്കാൻ വേണ്ടി ശ്രീചക്രത്തിന്റെ ഒരു രൂപം ഇരിക്കട്ടെ. അപ്പൊ അതിൻ്റെ മനസ്സിൽ നിങ്ങൾ കരുതുക, ഏത് ഭാഗമാണ് കിഴക്ക്, വടക്ക് കിഴക്ക് മൂല വരുന്നത്, അതിനനുസരിച്ച് വിന്യസിക്കുക എന്നർത്ഥം. ഒരു സങ്കല്പത്തിന് വേണ്ടി ഞാൻ ചിത്രം കാണിച്ചു തന്നാണ്. അപ്പൊ ആ ചതുരത്തിന്റെ ബാഹ്യഭാഗത്ത് വായവ്യേ വടുകം ച കജ്ജളരുചിം വ്യാളോപവീതാന്വിതം. വായവ്യേ, വായവ്യേ എന്ന് പറഞ്ഞാൽ വായുകോൺ. വായുകോൺ എന്ന് പറഞ്ഞാല് വടക്ക് പടിഞ്ഞാറേ മൂലയാണ് വായുകോണ്. അപ്പൊ വടക്ക് പടിഞ്ഞാറേ മൂലയില് വടുകം എന്ന് പറഞ്ഞു. വടുകൻ എന്നത് ദേവിയുടെ ഒരു ദേവതയാണ്. ദേവിയുടെ
എന്താ പറയുക, ബോഡി ഗാർഡുകളിൽ പെടുന്ന അല്ലെങ്കിൽ സേവകന്മാരിൽ പെടുന്ന വടുക ഭൈരവൻ എന്ന് പറയുന്ന ശിവാംശം തന്നെയാണ്. ശിവന്റെ തന്നെ അംശമായിട്ടുള്ള വടുക ഭൈരവൻ എന്നറിയപ്പെടുന്നതായിട്ടുള്ള ഭൈരവൻ. നമ്മൾ പല ഭൈരവന്മാരുണ്ട്, കാലഭൈരവൻ മുതലായിട്ടുള്ള ഭൈരവന്മാരുണ്ട്. അപ്പൊ അതിലൊരു ഭൈരവനാണ് വടുക ഭൈരവൻ. അപ്പൊ ആ വടുകനെ എങ്ങനെ രൂപത്തില് കജ്ജള രുചിം, കജ്ജളം എന്നാൽ മഷി, കറുപ്പ്. കജ്ജള രുചി എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത മേഘകാന്തിയോടുകൂടിയവനായിട്ട് എന്നർത്ഥം. അപ്പൊ കജ്ജള രുചിം വ്യാള ഉപവീതാന്വിതം, വലിയ വ്യാളം എന്ന് പറഞ്ഞാൽ സർപ്പം. സർപ്പമാണ് അദ്ദേഹം പൂണോല് പോലെ ധരിച്ചിരിക്കുന്നത്. വ്യാളോപവീതം, അത് മഹാഗണപതിയും കാണാം നമുക്ക്. പൂണോലായിട്ട് സർപ്പത്തെ ധരിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ യജ്ഞോപവീതമായി സർപ്പം ധരിച്ചിരിക്കുന്നവനും. ഇപ്പൊ കജ്ജള രുചിം വ്യാളോപവീതാന്വിതം വടുകം വായവ്യേ. ഇപ്പൊ വായവ്യത്തിൽ ഞാൻ വായുകോണിൽ ആ കറുത്ത വർണ്ണത്തോടും വ്യാളോപവീതം ധരിച്ചവനുമായിട്ടുള്ള വടുകനെ ഞാൻ വണങ്ങുന്നു. നമാമി സ്മരാമി എന്നൊക്കെ അർത്ഥം. നൈഋത്യേ മഹിഷാസുരപ്രമഥിനീം ദുർഗാം ച സംപൂജയന്. നൈഋത്യേ എന്ന് പറഞ്ഞാൽ നിരുതി കോണെന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറേ മൂല, അതാണ് കന്നിമൂല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കന്നിമൂലയിൽ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ മഹിഷാസുരപ്രമഥിനീം ദുർഗാം ച, മഹിഷാസുരപ്രമഥിനിയായ ദുർഗാദേവിയെ ഞാൻ പൂജിച്ചിട്ട്. അപ്പൊ ദുർഗയ്ക്കാണ് തെക്ക് പടിഞ്ഞാറൻ മൂല നൈഋതി കോണില് സ്ഥാനം. അവിടെ ഞാൻ ദുർഗയെ പൂജിച്ചിട്ട് ആഗ്നേയെ അഖില ഭക്തരക്ഷണപരം ക്ഷേത്രാദിനാഥം ഭജേ. ആഗ്നേയെ, ആഗ്നേയ കോണിൽ, ആഗ്നേയ കോണ് കിഴക്ക് തെക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂല, അതാണ് അഗ്നികോൺ എന്നറിയപ്പെടുന്ന മൂല. അപ്പൊ ആഗ്നേയ കോണില് അഖില ഭക്തരക്ഷണപരം ക്ഷേത്രാദിനാഥം ഭജേ. എല്ലാ ഭക്തന്മാരെയും രക്ഷിക്കുന്നതിൽ പരനായ തൽപരനായിരിക്കുന്ന ക്ഷേത്രാദിനാഥനായ, ക്ഷേത്രപാലകനായ, ക്ഷേത്രദേവതയായ രുദ്രനെ ഞാൻ ഭജിക്കുന്നു എന്നർത്ഥം. അവിടെ രുദ്രന്റെ അംശം തന്നെയാണ് ക്ഷേത്രപാലനായി ആഗ്നേയ കോണിൽ കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആഗ്നേയെ ക്ഷേത്രാദിനാഥം, ആഗ്നേയ കോണിൽ ക്ഷേത്രാദിനാഥനെയും ഞാൻ ഭജിക്കുന്നു. അപ്പൊ ഇങ്ങനെ 4 കോണുകളിൽ 4 ദേവതമാരെ വണങ്ങുകയാണ്. ഈശാനേ ഗണപം സ്മരാമി വിചരദ്വിഘ്നാന്തകാരചിതം വായവ്യേ വടുകം ച കജ്ജള രുചിം വ്യാളോപവീതാന്വിതം നൈഋത്യേ മഹിഷാസുരപ്രമഥിനീം ദുർഗാം ച സംപൂജയൻ ആഗ്നേയേ അഖില ഭക്തരക്ഷണപരം ക്ഷേത്രാദിനാഥം ഭജേ. 4 കോണിലുള്ള 4 ദേവതമാരെ വണങ്ങി. ഇനി 4 പീഠസ്ഥാനങ്ങളെ സങ്കല്പിച്ച് വണങ്ങുന്നു. 4 പീഠങ്ങളിൽ ദേവി 4 ഭാവങ്ങളിൽ ദേവിയുടെ ശക്തികൾ സാന്നിധ്യം ചെയ്യുന്നു. നമ്മള് ലളിതാ സഹസ്രനാമത്തിലൊക്കെ ജയാ ജാലന്ധരസ്ഥിത ഓഡ്യാണ പീഠനിലയ ബിന്ദുമണ്ഡലവാസിനി എന്നൊക്കെ നാമങ്ങളുണ്ട് അല്ലെ. ആ ഓഡ്യാണ പീഠനിലയ, ജാലന്ധരസ്ഥിത എന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള പീഠസ്ഥാനങ്ങളാണ്. അത് ഈ ഒരു ത്രികോണത്തെ, വലിയൊരു ത്രികോണത്തിന്റെ 3 കോണങ്ങളും ഒരു മധ്യവുമായിട്ടാണ് ഈ സ്ഥാനങ്ങൾ. മധ്യസ്ഥാനം ബിന്ദു, അവിടെ ദേവിയുടെ ശാന്ത എന്നുള്ളതായിട്ടുള്ള സ്ഥാനവും ശാന്ത എന്നുള്ള ഭാവവും, അതുപോലെ വാമ, ജ്യേഷ്ഠ, രൗദ്ര എന്നിങ്ങനെ 3 ഭാഗങ്ങളിൽ ദേവി ഉഡ്യാണം, ജാലന്ധരം, കാമരൂപം ഇങ്ങനെ 3 കോണുകളിലായിട്ട് 3 പീഠങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രീചക്രത്തിലെ വിന്യാസം. ഇതൊക്കെ ദേവിയുടെ വിഭൂതി സ്ഥാനങ്ങളാണ്. ഉഡ്യാണ ജാലന്ധര കാമരൂപ പീഡാനിമാൻ പൂർണ്ണഗിരി പ്രസക്താൻ
ത്രികോണദക്ഷാഗ്രിമസവ്യഭാഗമധ്യസ്ഥിതാൻ സിദ്ധികരാൻ നമാമി. ഉഡ്യാണജാലന്ധര കാമരൂപപീഡാനിമാൻ പൂർണ്ണഗിരിപ്രസക്താൻ ത്രികോണദക്ഷാഗ്രിമസവ്യഭാഗമധ്യസ്ഥിതാൻ സിദ്ധികരാൻ നമാമി. അപ്പൊ 4 പീഠങ്ങളുടെ പേര് പറഞ്ഞു. ഉഡ്യാണ, ജാലന്ധര, കാമരൂപ പീഡാൻ ഇമാൻ, പിന്നെ പൂർണ്ണഗിരി പ്രസക്താൻ എന്നും പറഞ്ഞു. അപ്പൊ ഉഡ്യാണപീഠം, ജാലന്ധരപീഠം, കാമരൂപപീഠം, പൂർണ്ണഗിരി എന്ന് പറയുന്ന പീഠം, ഇങ്ങനെ 4 പീഠസ്ഥാനങ്ങളുണ്ട്. അവയിൽ പ്രസക്താൻ, അതാത് സ്ഥാനങ്ങളിൽ പ്രസക്തരായിരിക്കുന്ന, പ്രസക്തർ ചേർന്നിരിക്കുക എന്നർത്ഥം. പ്രകർഷേണ സക്തരായിരിക്കുന്നവർ, ഒട്ടിയിരിക്കുന്നവർ, അവിടെ നിവസിക്കുന്നവർ എന്നർത്ഥം. അപ്പൊ അതാത് പീഠസ്ഥാനങ്ങളിൽ വസിക്കുന്ന, അത് എന്താണ് സ്ഥാനങ്ങളെന്നും കൂടി പറയേണ്ടത്. ത്രികോണത്തിന്റെ ദക്ഷ, അഗ്രിമ, സവ്യഭാഗ, മധ്യസ്ഥിതാൻ. ത്രികോണത്തിന്റെ ദക്ഷഭാഗം എന്ന് പറഞ്ഞാൽ തെക്കേ ഭാഗം, അഗ്രിമം മുൻഭാഗം, സവ്യഭാഗം ഇടത് ഭാഗം. അപ്പൊ വലത്, ത്രികോണത്തിന്റെ വലത്, ഇടത്, മുൻവശം, അതുപോലെ മധ്യം, ഇങ്ങനെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. ത്രികോണ ദക്ഷാഗ്രിമ സവ്യഭാഗ മധ്യസ്ഥിതാൻ. അപ്പൊ അതാത് 4 പീഠങ്ങളിലിരിക്കുന്ന ശാന്ത, വാമ, ജ്യേഷ്ഠ, രൗദ്ര എന്നീ ദേവതകളെ ഞാൻ വണങ്ങുന്നു. സിദ്ധികരാൻ നമാമി, അവര് സിദ്ധികളെ നൽകുന്നവരുമാണ് എന്നർത്ഥം. അപ്പൊ സിദ്ധികരകളാണ്. അതാത് സിദ്ധികളെ നൽകുന്ന ആ ദേവിമാരെ, ആ ശക്തികളെ, ആ ദേവതകളെ ഞാനിതാ വണങ്ങുന്നു. അപ്പൊ അവരുടെ പേരുകൾ മറ്റ് തന്ത്രശാസ്ത്രങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. ശാന്ത, വാമ, ജ്യേഷ്ഠ, രൗദ്ര എന്നിങ്ങനെ അവരറിയപ്പെടുന്നു. എന്താ പറയുക, ജാലന്ധരപീഠം, ഉഡ്യാണപീഠം, കാമരൂപപീഠം, പൂർണ്ണഗിരി എന്നിങ്ങനെ. അത് നമ്മുടെ ഈ വെഷ്ടിയിലും കുണ്ടലിനി ക്രമത്തിലും മൂലാധാരം, മണിപൂരകം, അനാഹതം, ആജ്ഞ ഇങ്ങനെയുള്ളതായിട്ട് 4 സ്ഥാനങ്ങളാണ്. മൂലാധാരം, മണിപൂരകം, അനാഹതം, ആജ്ഞ എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരായിട്ടുള്ള 4 പീഠങ്ങളായിരിക്കുന്ന ആ സ്ഥാനങ്ങളെ, അവിടെയുള്ള ദേവതകളെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറയണം. ഉഡ്യാണജാലന്ധര കാമരൂപ പീഡാനിമാൻ പൂർണ്ണഗിരി പ്രസക്താൻ ത്രികോണ ദക്ഷാഗ്രിമ സവ്യഭാഗ മധ്യസ്ഥിതാൻ സിദ്ധികരാൻ നമാമി. ഇനി പഞ്ചപ്രേതാസനാസീന എന്ന് ദേവിയെ വിളിക്കും അല്ലേ? പഞ്ചപ്രേത ആസന ആസീന. പഞ്ചപ്രേതങ്ങൾ, പഞ്ചഭൂതങ്ങൾ തന്നെയാണ് പഞ്ചപ്രേതങ്ങൾ. പഞ്ചഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. ആ പഞ്ചഭൂതങ്ങളാകുന്ന ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ് ദേവി ഇരിക്കുന്നത്. പഞ്ചപ്രേതാസനാസീന. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളുടെയും ദേവന്മാരുണ്ട്, പഞ്ചഭൂതങ്ങളുടെയും ദേവതമാർ. അവർ തന്നെയാണ് ത്രിമൂർത്തികളും ഈശ്വരനും സദാശിവനും. അതുതന്നെയാണ് പഞ്ചപ്രേതാസനാസീനയായിരിക്കുന്ന ദേവിയുടെ പീഠത്തിന്റെ 4 കാലുകളും പലകയുമായിട്ടിരിക്കുന്നത്. അപ്പൊ അവർക്കും ഈ എന്താ പറയുക, ശ്രീചക്രത്തില് സ്ഥാനങ്ങളുണ്ട്. ഏതേത് സ്ഥാനങ്ങളെന്ന് ഞാൻ പഠിച്ചിട്ടില്ല, എങ്കിലും അവരെ സാമാന്യമായിട്ട് വന്ദിക്കുന്നു. അവര് ഈ ചക്രത്തിന്റെ ബഹിർഭാഗത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ചക്രത്തിന്റെ ബഹിർഭാഗത്തുള്ളവരായിട്ടുള്ള ഈ പഞ്ചപ്രേത നാഥന്മാരെ, പഞ്ചഭൂതനാഥന്മാരെ ഞാൻ വണങ്ങുന്നു എന്നാണ്. നോക്കാം. ലോകേശഃ പൃഥ്വീപതിർനിഗദിതോ വിഷ്ണുർജലാനാം പ്രഭുഃ തേജോനാദ ഉമാപതിശ്ച മരുതാം ഈശസ്തഥാ ചേശ്വരഃ ആകാശാധിപതി സദാശിവ ഇതി പ്രേതാഭിധാം ആഗതാൻ ഏതാൻ ചക്രബഹിസ്ഥിതാൻ സുരഗണാൻ വന്ദാമഹേ സാദരം.
ലോകേശ പൃഥ്വീപതി നിഗദിതോ വിഷ്ണുർജലാനാം പ്രഭുഃ തേജോനാദ ഉമാപതിശ്ച മരുതാമീശസ്തദാ ചേശ്വരഃ ആകാശാധിപതിഃ സദാശിവ ഇതി പ്രേതാഭിധാമാഗതാൻ ഏതാൻ ചക്രബഹിസ്ഥിതാൻ സുരഗണാൻ വന്ദാമഹേ സാദരം. ഏതാൻ ചക്രബഹിസ്ഥിതാൻ സുരഗണാൻ വന്ദാമഹേ സാദരം. ഏതാൻ ചക്രബഹിസ്ഥിതാൻ സുരഗണാൻ. ഇവരെ ഏതാൻ എന്ന് പറഞ്ഞാൽ ഇവരെവിടെ നിൽക്കുന്നു? ചക്രബഹിസ്ഥിതാൻ, ചക്രത്തിന്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നവരായ സുരഗണാൻ, ഈ ദേവസമൂഹങ്ങളെ അഹം വന്ദാമഹേ സാദരം, ഞാൻ ആദരവോടെ വന്ദിക്കുന്നു എന്നാണ്. അപ്പൊ ആരാണ് ഈ സുരഗണാൻ? ആരാണ് ഈ 5 പേര് എടുത്തു പറഞ്ഞത്? ലോകേശഃ പൃഥ്വീപതി നിഗദിതഃ. പൃഥ്വീപതി, പൃഥ്വി എന്നാൽ പൃഥ്വി എന്ന ഭൂതം, പഞ്ചഭൂതങ്ങളിൽ ഭൂമി എന്ന ഭൂതം, അതിന്റെ പതിയാണ്, അതിന്റെ നാഥനാണ് ലോകേശൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മദേവനാണ് പൃഥ്വീഭൂതത്തിന്റെ നാഥൻ. ലോകേശ പൃഥ്വീപതി നിഗദിത പറയപ്പെടുന്നു, നിഗദിതൻ. വിഷ്ണു ജലാനാം പ്രഭു. അടുത്തത് ജലം എന്നതായിട്ടുള്ള ഭൂതം, ജലഭൂതത്തിന്റെ ദേവനാണ്, പ്രഭുവാണ് വിഷ്ണു. അപ്പൊ വിഷ്ണു ജലാനാം പ്രഭു. തേജോനാഥ ഉമാപതി. തേജസ് എന്നാൽ അഗ്നിയാണ്, അഗ്നിയുടെ നാഥനായി രുദ്രനും. അവിടെ രുദ്രനെയാണ് ഇവിടെ ഉമാപതി എന്ന് വിശേഷിപ്പിച്ചത്. തേജോനാഥനായ രുദ്രനും. മരുതാമീശ തഥാച ഈശ്വര. മരുതാം എന്ന് പറയുന്നതിലൂടെ വായുക്കളുടെ എന്നർത്ഥമാണ്. വായു, വായു എന്ന ഭൂതത്തിന്റെ ഈശഃ ഈശ്വര, ഈശ്വരൻ എന്നറിയപ്പെടുന്ന, അല്ലെ? ഇപ്പൊ 4 കർമ്മങ്ങൾ ചെയ്യുന്നവരായി സൃഷ്ടി ചെയ്യുന്ന ബ്രഹ്മാവ്, സ്ഥിതി ചെയ്യുന്ന വിഷ്ണു, സംഹാരം ചെയ്യുന്ന രുദ്രൻ, തിരോധാനം ചെയ്യുന്ന ഈശ്വരൻ. അങ്ങനെ 4 കർമ്മങ്ങള്. ഇനി അനുഗ്രഹം ചെയ്യുന്ന സദാശിവനുണ്ട്. അദ്ദേഹം ആരാണ്? ആകാശാധിപതി സദാശിവ. ആകാശാധിപതി സദാശിവ. ആകാശം എന്ന ഭൂതത്തിന്റെ അധിപതിയായ സദാശിവനും. ഇതി ഇപ്രകാരം പ്രേതാഭിധാമാഗതാൻ, പ്രേതങ്ങളുടെ അഭിധാമത്തെ പ്രാപിച്ചവർ. പഞ്ചപ്രേതാസനാസീന എന്ന് പറയുമ്പോൾ അവിടെ പ്രേതങ്ങളായിട്ടാണ് ഇവരെ കണക്കാക്കിയിരിക്കുന്നത്. അവിടെ പ്രേതം എന്ന് പറഞ്ഞാൽ ഭൂതം തന്നെയാണ്. ഭൂതം, പ്രേതം എന്നൊക്കെ പറയുന്നത് ഇവിടെ പഞ്ചഭൂതങ്ങളെയാണ്. ആ പഞ്ചഭൂതങ്ങളുടെ നാഥന്മാരെയും പ്രേതങ്ങളായി പറഞ്ഞു. കാരണം അവരും സ്വയം പ്രേതങ്ങളാണ്. അവർക്ക് ശക്തി കൊടുക്കുന്നത് ആരാണ്? ദേവിയാണ്. ദേവിയുടെ സാന്നിധ്യം കൊണ്ടാണ് അവര് ശക്തന്മാരായി തീരുന്നത്. അല്ലെങ്കിൽ അവരും പ്രേതങ്ങളാണ്. പ്രേതം എന്നാൽ ജഡം എന്നൊരർത്ഥമുണ്ട്. ജഡത്തിന് പ്രേതം എന്ന് പറയും, അല്ലേ? നമ്മുടെ പോലീസുകാരുടെ ഒരു മരിച്ച ഒരു ആത്മഹത്യയോ ആക്സിഡന്റോ നടക്കുന്ന പരിശോധനയ്ക്ക് എന്ത് പേരാണ്? പ്രേത പരിശോധന എന്നാ അവർ പറയുക. പ്രേത പരിശോധന എന്ന് പറഞ്ഞാൽ ജഡത്തെ പരിശോധിക്കുക തന്നെയാണ്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ സ്വയം ജഡമാണ്. ആ ഭൂതങ്ങളെ സചേതനമാക്കുന്നത് ദേവിയാണ്, ദേവിയുടെ ശക്തിയാണ്. അപ്പൊ ഈ പറഞ്ഞ പഞ്ചപ്രേതങ്ങൾക്കും ശക്തി കൊടുക്കുന്നവൾ, ഇവർക്കൊക്കെ ആധാരഭൂതയായിരിക്കുന്നവൾ ദേവി എന്നർത്ഥം. അതാണ് അവിടുത്തെ പഞ്ചപ്രേത സങ്കല്പം. അപ്പൊ ഈ പഞ്ചപ്രേതനാഥന്മാരാണ് ബ്രഹ്മാവ്, രുദ്രൻ, വിഷ്ണു, ഈശ്വരൻ, സദാശിവൻ. ഇങ്ങനെ അവര് ഈ ശ്രീചക്രത്തിന്റെ ബാഹ്യസ്ഥിതന്മാരായി അവരെ വണങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ലോകേശഃ പൃഥിവീപതി നിഗദിതഃ വിഷ്ണു ജലാനാം പ്രഭുഃ തേജോനാഥഃ ഉമാപതിഃ മരുതാമീശസ്തദാ ച ഈശ്വരഃ ആകാശാധിപതിഃ സദാശിവഃ ഇതി പ്രേതാഭിധാം ആഗതാൻ. പ്രേതാഭിതയെ, പ്രേതങ്ങളെന്ന പേരിനെ ആഗതാൻ പ്രാപിച്ചവരായ
ഏതാൻ ഇവരെ ചക്രബഹിസ്ഥിതാൻ ചക്രത്തിന്റെ പുറത്ത് നിൽക്കുന്നവരായ സുരഗണാൻ ആ സുരഗണങ്ങളെ വന്ദാമഹേ സാദരം. അപ്പൊ ഈ 5 പേരെയും ഞാൻ വന്ദിക്കുന്നു എന്നാണ്. അപ്പൊ ഇവരുണ്ട് ഈ ചക്രത്തിന്റെ ചുറ്റും ശക്തികളായിട്ട്. ലോകേശ പൃഥ്വീപതിർ നിഗദിതോ വിഷ്ണുർജലാനാം പ്രഭു തേജോനാഥ ഉമാപതിശ്ച മരുതാമീശസ്തദാചേശ്വരഃ ആകാശാധിപതി സദാശിവ ഇതി പ്രേതാഭിതാം ആഗതാൻ ഏതാൻ ചക്രബഹിസ്ഥിതാൻ സുരഗണാൻ വന്ദാമഹേ സാദരം. ഏതാൻ ചക്രബഹിസ്ഥിതാൻ സുരഗണാൻ വന്ദാമഹേ സാദരം. ഇനി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. 16 ദളങ്ങളുള്ള ഒരു പത്മമുണ്ട് അല്ലേ? അതിൽ 16 ദേവതമാർ കുടികൊള്ളുന്നുണ്ട്. നിത്യാദേവതകൾ എന്നാണ് അവരറിയപ്പെടുന്നത്. ആ ദേവതമാരെ വണങ്ങുകയാണ് എന്ന് തോന്നുന്നു. ഇവിടെ 16 കലകൾ ചന്ദ്രന്. ആ ചന്ദ്രന്റെ 16 കലകൾക്ക് 16 ദേവതമാര്. പ്രഥമ മുതൽ പൗർണമി വരെയും പിന്നെ 16ാമത്തൊരു കലയും പൂർണ്ണകല. ആ കലയായിട്ട് ആ കലയുടെ ദേവതയായിട്ട് ത്രിപുര സുന്ദരിയും ബാക്കി 15 കലകൾക്ക് കാമേശ്വരി മുതലായിട്ടുള്ള ദേവതമാരുണ്ട്. അപ്പൊ ആദ്യം ശ്ലോകം വായിക്കാം, എന്നിട്ട് അവരെ വണങ്ങും. താരാനാഥ കലാ പ്രവേശ നിഗമ വ്യാജാദ്ഗദാ സുപ്രദം ത്രൈലോക്യേ തിദിഷു പ്രവർത്തിത കലാകാഷ്ടാദികാലക്രമം രത്നാലങ്കൃതി ചിത്രവസ്ത്രലളിതം കാമേശ്വരീ പൂർവകം നിത്യാഷോഡശകം നമാമി ലസിതം ചക്രാത്മനോരന്തരേ. താരാനാഥ കലാ പ്രവേശ നിഗമ വ്യാജാദ്ഗദാ സുപ്രദം ത്രൈലോക്യേ തിദിഷു പ്രവർത്തിത കലാകാഷ്ടാദികാലക്രമം രത്നാലങ്കൃതി ചിത്രവസ്ത്രലളിതം കാമേശ്വരീ പൂർവകം നിത്യാഷോഡശകം നമാമി ലസിതം ചക്രാത്മനോരന്തരേ. ഇവിടെ ചക്രാത്മനോഹോ അന്തരേ എന്നാ പറയുന്നത്. ചക്രത്തിനും ആത്മാവിനും എനിക്കും ഇടയിൽ എന്നുള്ള അർത്ഥത്തിൽ ആത്മനോഹോ അന്തരേ, ചക്രത്തിനും ആത്മാവിനും ഇടയിൽ, ദ്വയോഹോ അന്തരേ, രണ്ടിന്റെയും ഇടയിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. ചക്രത്തിനും ആത്മാവിനും ഇടയിലായിക്കൊണ്ടിരിക്കുന്ന ഈ കാമേശ്വരീ പൂർവകം നിത്യാഷോഡശകം നമാമി. നിത്യാഷോഡശകം ലളിതാ സഹസ്രനാമത്തിലുണ്ട് അല്ലേ? നിത്യാഷോഡശികാരൂപ ദേവിയുടെ ഒരു നാമമുണ്ട്, നിത്യാഷോഡശികാരൂപ എന്ന്. അപ്പൊ നിത്യാഷോഡശികമാർ ആരൊക്കെയാണ് അവര്? പ്രഥമ മുതൽ പൗർണമി വരെയുള്ള 15 തിഥികളുടെ ദേവതമാര് 15 പേരും 16ാമായിട്ട് ഇതിനെല്ലാം അതീതയായിരിക്കുന്ന 16ാമത്തെ കലയ്ക്ക് പൂർണ്ണകലയ്ക്ക് ത്രിപുര സുന്ദരിയും. അപ്പോ പ്രഥമയ്ക്ക് കാമേശ്വരി, ദ്വിതീയയ്ക്ക് ഭഗമാലിനി, തൃതീയയ്ക്ക് നിത്യക്ലിന്ന, ചതുർത്ഥിക്ക് ഭേരുണ്ട, പഞ്ചമിക്ക് വന്യവാസിനി, ഷഷ്ടിക്ക് മഹാവജ്രേശ്വരി, സപ്തമിക്ക് ശിവദൂതി, അഷ്ടമിക്ക് ത്വരിത, നവമിക്ക് കുലസുന്ദരി, ദശമിക്ക് നിത്യ, ഏകാദശിക്ക് നീലപതാകിനി, ദ്വാദശിക്ക് വിജയ, ത്രയോദശിക്ക് സർവമംഗള, ചതുർദശിക്ക് ജ്വാലാമാലിനി, പൗർണമിക്ക് ചിത്ര. ഇങ്ങനെ 15 ദേവതമാരുണ്ട്. ഈ 15 ദേവതമാരും അതുപോലെ 16ാമതായിട്ട് ത്രിപുരസുന്ദരിയെയും ചേർത്തിട്ടാണ് ദേവിയുടെ നാമം ലളിതാ സഹസ്രനാമത്തില് നിത്യാഷോഡശികാരൂപം എന്ന് പറയുന്നത്.
നിത്യാഷോഡശികാരൂപ ശ്രീഖണ്ഡാർദ്ധശരീരിണി എന്നൊക്കെ വരുന്നതായിട്ടുള്ള ആ ഭാഗത്ത്. അപ്പൊ നിത്യാഷോഡശികാരൂപ, നിത്യാദേവതകളാകുന്ന തിഥിദേവതകൾ 16 പേർ എന്നർത്ഥം. അപ്പൊ അവരെയാണ് ഇവിടെ താരാനാഥ കലാപ്രവേശ നിഗമവ്യാജാത് ഗദാസുപ്രദം. ആ താരാനാഥൻ എന്നാൽ ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രന്റെ കലകൾ, അത് പ്രവേശ നിഗമവ്യാജാത്, ആ ചന്ദ്രന്റെ കലകൾ സൂര്യനിലേക്ക് പ്രവേശിച്ച് കാണാതെയാകും ഓരോ ദിവസങ്ങളായിട്ട്. അമാവാസിയാവുമ്പോൾ കൃഷ്ണപക്ഷത്തില്, അത് കഴിഞ്ഞ് വെളുത്ത പക്ഷത്തില് കലകൾ തിരിച്ചു വരും. അതാണ് താരാനാഥ കലപ്രവേശ നിഗമവ്യാജാത്. ചന്ദ്രന്റെ കലകൾ സൂര്യനിൽ പ്രവേശിക്കുന്നത് പോലെ നശിച്ചു പോകുന്നതും. ഗദാസുപ്രദം, അസു പോകുന്നത്, ഗദാസുപ്രദം, അതിന്റെ ശക്തി ക്ഷയിക്കുന്നതും. ഓരോ ദിവസവും അത് കാണാതെയാകും ഓരോ കലകൾ. അതുപോലെ ത്രൈലോക്യേ തിദിഷു പ്രവർത്തിത കലാകാഷ്ടാദികാലക്രമം. ത്രൈലോക്യേ, ഈ 3 ലോകങ്ങളിലും, തിദിഷു, പ്രഥമ മുതലായ തിഥികളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കലാകാഷ്ടാദി കാലക്രമം. കലാകാഷ്ഠ എന്നൊക്കെ ഉള്ളത് സമയത്തിന്റെ യൂണിറ്റുകളാണ്. നാഴിക, വിനാഴിക എന്നൊക്കെ പറയുന്നത് പോലെ കലാകാഷ്ഠ എന്നുള്ളതായിട്ടുള്ള സമയക്രമങ്ങളെ നിർണയിക്കുന്നവരും. അതാണ് കലാകാഷ്ഠാദി കാലക്രമം, കാലത്തെ പ്രവർത്തിപ്പിക്കുന്നവരുമായിട്ടുള്ള രത്നാലങ്കൃതി ചിത്രവസ്ത്ര ലളിതം. രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചവരും വിചിത്ര വസ്ത്രങ്ങളെ കൊണ്ട് സുന്ദരികളുമായിരിക്കുന്ന കാമേശ്വരി പൂർവകം. കാമേശ്വരി പ്രഥമയുടെ ദേവതയാണ്. അവൾ മുതലായിട്ട്, കാമേശ്വരി മുതലായിട്ട് ചിത്രാപര്യന്തം അല്ലെങ്കിൽ ത്രിപുര സുന്ദരി പര്യന്തമുള്ള 16 ദേവതകളെ ചക്രാത്മനോഹോ അന്തരേ ലസിതം, ശ്രീചക്രത്തിനും ആത്മാവിനും ഇടയിൽ വസിക്കുന്നവരായിരിക്കുന്ന നിത്യാഷോഡശകം നമാമി. നിത്യാഷോഡശികാ ദേവതകളെ ഞാൻ വന്ദിക്കുന്നു എന്നാണ്. അപ്പൊ ഈ 16 ദേവതകളെ, കാലസ്വരൂപിണികളായ ദേവതകളെ ഞാൻ വന്ദിക്കുന്നു എന്നാണ്. 16 ദേവതകൾ, അവരുടെ സ്ഥാനം ചക്രത്തിനും എനിക്കും ആത്മാവിനും ഇടയ്ക്കാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ശ്രീചക്രത്തിൽ എങ്ങനെയാണ് അതിന്റെ വിന്യാസം എന്നുള്ളത് അത് പഠിക്കുന്നവർക്ക് അറിയാം. സംശയമുള്ളവർ അവരോട് ചോദിക്കാം. താരാനാഥ കലാപ്രവേശ നിഗമവ്യാജാദ്ഗദാസുപ്രദം ത്രൈലോക്യേ തിദിഷു പ്രവർത്തിത കലാകാഷ്ടാദികാല പ്രക്രമം രത്നാലങ്കൃതി ചിത്രവസ്ത്രലളിതം കാമേശ്വരീ പൂർവകം നിത്യാഷോഡശകം നമാമി ലസിതം ചക്രാത്മനോരന്തരേ. നമുക്ക് പഠിക്കാനൊക്കെ ആളുകളൊക്കെ ഉണ്ട്, പറഞ്ഞു തരാൻ ആളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അതിനു വേണ്ടിയിട്ട്. നമ്മുടെ കൊടുങ്ങല്ലൂർ മുഖ്യ തന്ത്രിയായിരിക്കുന്ന, പൂജാരിയായിരിക്കുന്ന ത്രിവിക്രമനടികൾ, അദ്ദേഹം ശ്രീചക്ര പൂജയുടെ, ശ്രീ വിദ്യാ ഉപാസനയുടെയൊക്കെ ആളാണ്, ആചാര്യനാണ്. അദ്ദേഹം നമ്മുടെ നല്ലൊരു സുഹൃത്താണ്. വേണമെങ്കിൽ അദ്ദേഹത്തെ സമീപിച്ചാൽ പറഞ്ഞു തരും. പക്ഷെ എനിക്ക് സമയമുള്ളപ്പോൾ അദ്ദേഹത്തിന് സമയം ഉണ്ടാവുമോ, അദ്ദേഹത്തിന് സമയമുള്ളപ്പോൾ എനിക്ക് സമയം ഉണ്ടാവുമോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് മെനക്കെട്ടിട്ടില്ല. അതുപോലെ പല സ്വാമിമാരും ഉണ്ട്. ഇവിടെ തന്നെ പാലക്കാട് ജില്ലയിലെ കൊളപ്പുള്ളിയിൽ നിജാനന്ദ സരസ്വതി എന്ന് പറഞ്ഞൊരു സ്വാമിജി ഉണ്ട്. അദ്ദേഹവും ഇതുപോലെയുള്ള ശ്രീചക്ര പൂജയിൽ നിത്യവും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തോട് ചോദിച്ചാലും പറഞ്ഞു തരും. അതിനൊന്നും മെനക്കെട്ടിട്ടില്ല എന്ന് പറയുക. അതൊക്കെ സമയമാകുമ്പോൾ മെനക്കെടാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആളുകളെ പറഞ്ഞു തരാം. അവർ പറഞ്ഞു തന്നാൽ സ്വീകരിച്ചോളൂ വേണമെന്നുള്ളവർക്ക്. എല്ലാവരും എല്ലാതും പറഞ്ഞു തരൂല്ല. അങ്ങനെ അതിനൊക്കെ അധികാരികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുമുള്ളൂ. അപ്പൊ അതിന് നമ്മൾ യോഗ്യരാവണം, അതിനുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. വെറുതെ ഒരു ഫാൻസി ആയിട്ട് സമീപിക്കാനുള്ള കാര്യങ്ങളല്ല ഇതെല്ലാം. എന്തെല്ലാമോ പഠിക്കണോ, കൂട്ടത്തിൽ ഇതും ഇരിക്കട്ടെ അല്ലേ. വെറുതെ ഇരിക്കുമ്പോൾ ടൈം പാസിന് എംബ്രോയിഡറി പഠിച്ചു, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിലൊക്കെ വസ്ത്രങ്ങളിലൊക്കെ ഫാബ്രിക് പെയിന്റിങ് പഠിച്ചു, അല്ലെങ്കിൽ ഗ്ലാസ് പെയിന്റിങ് പഠിച്ചു, അല്ലെങ്കിൽ ജ്വൽ മേക്കിംഗ് പഠിച്ചു. വെറുതെ നേരം പോക്കിന് ഓരോ വിദ്യകൾ പഠിച്ചു.
ആ കൂട്ടത്തിൽ പഠിക്കാൻ പറ്റിയ വിദ്യയല്ല, നേരം പോക്കിനുള്ള വിദ്യകളല്ല ഇതൊന്നും. ഇതൊക്കെ വളരെ ജനുവിനായിട്ട് പഠിക്കണം, അനുഷ്ഠിക്കണം എന്ന് താല്പര്യമുള്ളവർ മാത്രം സമീപിക്കുമ്പോൾ, അതിന് കമ്മിറ്റ്മെന്റ് ഉള്ളവർക്ക് മാത്രമേ ഈ വിദ്യകളൊക്കെ അതിൻ്റെ ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കുള്ളൂ. രഹസ്യ വിദ്യകളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ രഹസ്യം എന്ന് പറഞ്ഞാൽ അതിനെ നല്ലോണം ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. മനസ്സിലാക്കുക. അപ്പോൾ നിത്യാദേവതകളെ വന്ദിച്ചു, 16 ദേവതകളെ. ഈ ദേവിയുടെ ലളിതാ സഹസ്രനാമത്തില് ബണ്ടാസുര വധത്തില് പല ദുഷ്ടന്മാരായിട്ടുള്ള സേനാനായകന്മാരെ, ബണ്ടന്റെ സേനാനായകന്മാരെയൊക്കെ വധിക്കുന്നത് ഈ ദേവതകളാണ്. ദമനകൻ, ചന്ദ്രഗുപ്തൻ മുതലായിട്ടുള്ള സൈന്യങ്ങളെയൊക്കെ വധിച്ചു കളയുന്നത് ദേവതകളാണെന്ന് ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ഹൃദി ഭാവിത ദൈവതം പ്രയത്നാത് പ്രയത്നാഭ്യുപദേശാനുഗൃഹീത ഭക്തസംഗം സ്വഗുരുക്രമ സംജ്ഞ ചക്രരാജസ്ഥിതമോഗത്രയമാനതോസ്മി മൂർധ്നാ. ഹൃദി ഭാവിത ദൈവതം പ്രയത്നാഭ്യുപദേശാനുഗൃഹീത ഭക്തസംഗം സ്വഗുരുക്രമ സംജ്ഞ ചക്രരാജസ്ഥിതമോഗത്രയമാനതോസ്മി മൂർധ്നാ. ഓഗത്രയം, ഓഗത്രയം ആരാണ്? ഓഗത്രയൻ, നേത്രത്രയൻ, മുക്കണ്ണൻ. മുക്കണ്ണനെ ഞാനിതാ മൂർധ്ന ആനതഃ അസ്മി, നമിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ഗുരുസ്ഥാനത്ത് കൽപ്പിക്കുകയാണ് ഇവിടെ പരമശിവനെ. ഗുരുവായിട്ട്, ആദിഗുരുവായിട്ടുള്ള മുക്കണ്ണനെ ഞാനിതാ മൂർധാവ് കൊണ്ട് നമിക്കുന്നു. ഓഗത്രയം മൂർധ്ന ആനതഃ അസ്മി. ഓഗത്രയനെ, നേത്രത്രയനെ ഞാൻ മൂർധാവ് കൊണ്ട്, ശിരസ് കൊണ്ട് നമിക്കുന്നു. അപ്പൊ ഇവിടെ ഹൃദിഭാവിത ദൈവതം, ഞാൻ എൻ്റെ ദേവതയായ ദേവിയെ, ത്രിപുരസുന്ദരിയെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, ഹൃദിഭാവിത, ഇനി അദ്ദേഹവും ദേവിയെ തന്നെയാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആരാ? മുക്കണ്ണനും. അതാണ് ഹൃദിഭാവിത ദൈവതം. ഹൃദയത്തിൽ പരദേവതയെ ധ്യാനിക്കുന്നവനും പ്രയത്നാഭ്യുപദേശാനുഗൃഹീത ഭക്തസംഘം, പ്രയത്നപൂർവം തത്വോപദേശം കൊണ്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നവനും, സ്വഗുരുക്രമ സംജ്ഞ ചക്രരാജസ്ഥിതം, ഗുരുക്രമത്തില് ആ ശ്രേഷ്ഠമായിട്ടുള്ള ശ്രീചക്രത്തിൽ, ചക്രരാജനിൽ സ്ഥിതി ചെയ്യുന്നവനുമായിട്ടുള്ള, അപ്പൊ ഗുരുവിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ടാവും ആ ശ്രീചക്രത്തിൽ. ആ ഗുരുവിനെ വന്ദിച്ചിട്ട് വേണം നമ്മൾ ശ്രീചക്ര പൂജ നല്ലതുപോലെ ആരംഭിക്കാനായിക്കൊണ്ട്. അപ്പൊ ഗുരുസ്ഥാനത്തിൽ നമ്മൾ ഏത് പൂജ ചെയ്യുമ്പോഴും ഗുരുവിനെ വണങ്ങും. അതുപോലെ ശ്രീചക്ര പൂജയിൽ ഗുരുസ്ഥാനത്തില് ആരെയാണ് വണങ്ങുന്നത്? മുക്കണ്ണനെയാണ് വണങ്ങുന്നത്. സദാശിവ സമാരംഭം എന്നുള്ള ആ ആദിഗുരുവായ മുക്കണ്ണനെ വണങ്ങുന്നു. അവനവന്റെ ഗുരുവിനെയും അവിടെ വണങ്ങുക. അവനവനീ ഉപദേശം ചെയ്തതായുള്ള ഗുരു മുതൽക്ക്, അതാണ് അസ്മദാചാര്യ പര്യന്താം എന്ന് വരുമല്ലോ. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം, എന്റെ ആചാര്യൻ വരേക്കും, എനിക്ക് ഉപദേശം ചെയ്ത ആചാര്യൻ വരേക്കും സദാശിവനിൽ നിന്ന് തുടങ്ങി ഒരു ഗുരുസങ്കല്പം ചെയ്ത് ആ ശ്രീചക്രത്തിൽ വണങ്ങണം. അപ്പൊ അവിടെ സദാശിവനെ, മുക്കണ്ണനെ ഗുരുസ്ഥാനത്ത് വണങ്ങുന്നു എന്നാണ് ഈ ശ്ലോകം. ഹൃദിഭാവിത ദൈവതം പ്രയത്നാഭ്യുപദേശാനുഗൃഹീത ഭക്തസംഗം സ്വഗുരുക്രമ സംജ്ഞ ചക്രരാജസ്ഥിതമോഗത്രയം ആനതോസ്മി മൂർധ്നാ. ഓഗത്രയമാനതോസ്മി മൂർധ്നാ. അടുത്ത ശ്ലോകം നാളെ തുടരാം. അപ്പൊ 98 വരയ്ക്ക് ഇങ്ങനെയുള്ള ദേവതാ വന്ദനമാണ്. ഹരി ഓം നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനാശംസ. 11 മണിക്ക് ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതി തുടരുന്നതാണ്. വൈകുന്നേരം ക്ലാസ്സില്ല, ഗീതാ ക്ലാസ് വെള്ളിയാഴ്ച ആയതുകൊണ്ട്. ഹരി ഓം. ശുഭദിനം.